ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. കാരണം ചില അവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളും അതിന് ലഭിക്കേണ്ട മറുപടിയുണ്ട്. അതിന് പകരം എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രതിപക്ഷത്തെ വാടപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രതിപക്ഷത്തെ വാടപ്പിക്കുക എന്ന് വെച്ചാൽ അങ്ങനെയാണ്, ആ ഒരു സ്ട്രാറ്റജിയാണ് ഇതിനുള്ള 5 വർഷമെങ്കിൽ വി ഡി സതീശന് ഒരു തരത്തിലും നിയമസഭയ്ക്ക് തോൽപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല, ഉത്തരം പറയിപ്പിക്കാൻ കഴിയില്ല. അതൊരു പ്രശ്നമാണ്. കാരണം 10 വർഷം എന്ന് പറഞ്ഞാൽ വലിയ കാലയളവാണ്. 10 വർഷം LDF സർക്കാർ എടുത്തിട്ടുള്ള നയനിലപാടുകളിൽ തെറ്റുണ്ട്, പിശകുകളുണ്ട്. നിങ്ങൾ ചെയ്തതല്ലേ ഞങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 വർഷം വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ മദ്യനയത്തിൻ്റെ കാര്യത്തിന് എടുക്കുക. UDF-ൻ്റെ LDF-ൻ്റെ മദ്യനയം വ്യത്യസ്തമാണ്, തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ UDF-ൻ്റെ മദ്യനയം എന്താണെന്ന് വി ഡി സതീശനറിയാം, നാട്ടുകാർക്കറിയാം, UDF-ലെ മറ്റ് ഘടകകക്ഷികൾക്കറിയാം. എന്നിരിക്കെ ബജറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ടാക്സ് ഘടന, ഒരു മദ്യത്തിൻ്റെ പ്രത്യേക വിഭാഗത്തിന് ടാക്സ് ഘടന നിശ്ചയിക്കുകയാണ്. ഇപ്പോൾ ഈ ഗവേണൻസിൽ അഴിമതി എങ്ങനെയാണ്? ഇപ്പോൾ അഴിമതിയെക്കുറിച്ചുള്ള സാധാരണ ഒരു പൊതുസങ്കല്പം എന്ന് പറഞ്ഞാൽ കൈക്കൂലി വാങ്ങുക എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം ചെയ്തു തരൂ, അതിന് പൈസ തരാം, ആ പൈസ വാങ്ങുക. അഴിമതി അങ്ങനെയല്ല. അഴിമതിയുടെ സ്വഭാവം തന്നെ മാറിയിട്ടുണ്ട്. അഴിമതി നടക്കുന്നത് പോളിസി ഡിസിഷനിലാണ്. ഈ പോളിസി ഡിസിഷന് മുന്നോടിയായി ഒരു ടാക്സ് റെജീം ഉണ്ടാക്കുകയാണ്. ഒരു വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുകയാണ്. അത് തന്നെ ഒരു പോളിസി ഡിസിഷനാണ്. ഇനി എന്താ ചെയ്യുക? ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ UDF അതിന് ചെങ്കൊടി കാണിക്കുമെന്ന്? ആ നികുതി ഘടന ഉണ്ടാക്കുന്നത് തന്നെ ഒരു പോളിസി ഡിസിഷൻ്റെ മുന്നോടിയായിട്ടാണ്. അങ്ങനെ പോളിസി ഡിസിഷൻ വരാൻ പോവാണ്. അപ്പോൾ ഇനി UDF തീരുമാനിച്ചു എന്തായാലും ഇത്രയും വിവാദമായതല്ലേ, ഇനി വീര്യം കുറഞ്ഞ മദ്യം വേണ്ട. അങ്ങനെയല്ല. വളരെ വേഗത്തിൽ, ശരവേഗത്തിലാണ് ഫയൽ പോയത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ബജറ്റിന് അങ്ങനെയാണ്. ബജറ്റിൽ വളരെ പെട്ടെന്നാണ് ഫയൽ നീക്കി രാത്രി 1 മണിക്കാണ് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തതെന്ന് പറയുന്നത്. അവിടെ അല്ല അതിൻ്റെ പ്രശ്നം. ഒരു സർക്കാർ അധികാരമേറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ നിശ്ചലമായിരുന്നൊരു ഫയൽ വളരെ പെട്ടെന്ന് വരണമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട്. ആ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് തന്നെ ആ ഫയൽ ചലിക്കണം എന്ന് ഏതോ കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. അത് വെറുതെ കേവലമായി വളരെ കേന്ദ്രം ശരിയായിരിക്കും അജിംസ. പക്ഷേ ഇപ്പോൾ ഘടകകക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലീഗ് തന്നെ അതിനെതിരെ ശബ്ദിക്കുന്നുണ്ടല്ലോ. നമുക്ക് മദ്യനയം മാത്രമായിട്ടൊന്ന് ചർച്ച ചെയ്യാനുണ്ട്. ശബ്ദിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും മറ്റേ തങ്ങൾ എഴുതിയ ലേഖനം ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ലേഖനമൊക്കെ അവിടെ ഉണ്ടാവും. ഞാൻ പറയുന്നത് അത് UDF-നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വി ഡി സതീശന് മറ്റ് തന്ത്രങ്ങളുണ്ട്. എങ്ങനെ PM ശ്രീയിൽ എതിർപ്പ് അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് സംസാരിച്ചിട്ടില്ല. PM ശ്രീയിൽ ഒരു പ്രശ്നമില്ല. ആർക്കെങ്കിലും പ്രശ്നമുള്ളതായിട്ട് സതീശന് സംസാരത്തിലുണ്ടോ? ഇല്ല. നിങ്ങൾ ഒപ്പുവെച്ചു, ഞങ്ങളത് മറ്റേ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പൂർത്തിയാക്കും. അതായത് അടിസ്ഥാനപരമായ നയം ഇതാണ്. ഒന്ന്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കണ്ടതുപോലെ ഇവിടെ സർക്കാരായിരിക്കും മുന്നണിയെ നയിക്കുക, മുന്നണിയല്ല സർക്കാരിനെ നയിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേന്ദ്രവുമായി ഒരു കോൺഫ്രണ്ടേഷൻ ഉണ്ടോ? ഉദാഹരണത്തിന് കരിമണൽ ഖനനത്തിൽ ഒരു സദേൺ എക്കണോമിക് കോറിഡോറിനെ കുറിച്ച് ബജറ്റിൽ പരാമർശമുണ്ട്. ആ ബജറ്റ് പരാമർശം വന്നപ്പോൾ തന്നെ ഈ പറയുന്ന ഖനന മേഖലയിലെ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചുള്ള ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. അതിന് മറുപടിയായി വി ഡി സതീശൻ എപ്പോഴെങ്കിലും പറഞ്ഞോ ഇത് ഞങ്ങൾ എവിടെയെങ്കിലും സ്വകാര്യവൽക്കരണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ, ബജറ്റിൽ എവിടെയെങ്കിലും സ്വകാര്യവൽക്കരണം ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചത്. ഇന്ന് അദ്ദേഹം അതിൻ്റെ വിശദാംശം കൊണ്ടുവരുന്നു. എന്താ വിശദാംശം? ഖനനമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, പകരം വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആണ്. ഖനനത്തിലൂടെ ഉണ്ടാകുന്ന ധാതുക്കളുടെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആണ്. എന്താണ് അപ്പോൾ പറയാഞ്ഞത്? ഇതൊരു ഉരുണ്ട് കളിക്കലാണ്. എന്ത് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്? കേരളത്തിൽ ഇപ്പോൾ പ്രധാനമായും ധാതുമണൽ ഉപയോഗിച്ച് നടത്തുന്ന പ്രൊഡക്റ്റുകളൊന്ന് ഈ പറയുന്ന CMRL ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റാണ്. അതുപോലും ഒരു റോ മെറ്റീരിയലാണ്. അതുപോലും ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് അല്ല. CMRL-ൻ്റെ പ്രൊഡക്റ്റ് പോലും ഒരു റോ മെറ്റീരിയലാണ്, മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു കൃത്യമായ ഡിസൈൻ ആൻഡ് പ്ലാൻ ഉണ്ടോ? ഇല്ല. അതിപ്പോൾ പറയാൻ വേണ്ടി അദ്ദേഹം പറയുന്നൊരു അടവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഒരു പാക്കേജാണ്, അത് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റാണ്. അങ്ങനെ ആണെങ്കിൽ വലിയ സംഭവമാണ്. കാരണം കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒന്നാണ്. കേരളത്തിൽ ഖനനം ചെയ്തെടുക്കുന്ന ധാതു ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റും ഇല്ല. ഇപ്പോൾ ടൈറ്റാനിയം അതും റോ മെറ്റീരിയലാണ്. അതെ, റോ മെറ്റീരിയലാണ്. പക്ഷേ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ വാല്യൂ ആഡഡ്. അങ്ങനെയാണെങ്കിൽ അത് ബജറ്റിൽ പറയണ്ടേ? ബജറ്റ് പ്രസംഗത്തിലോ അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണത്തിലോ ഒന്നുമില്ലാത്ത കാര്യമാണെന്ന് അദ്ദേഹം സഭയിൽ പറയുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? സംതിങ് ഈസ് മിസ്സിങ്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ 2 കാര്യങ്ങൾ കൊണ്ട് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പ്രതിപക്ഷം വളരെ ദുർബലമാണെന്ന് അവർ ആവർത്തിച്ച് തെളിയിക്കുകയാണ് ഇന്നത്തോടുകൂടി. അവർ കൃത്യമായി പിൻ പോയിന്റ് ചെയ്ത് സർക്കാരിനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതിനെപ്പറ്റി ആളുകളില്ലാത്തതുകൊണ്ടാണോ അറിയില്ല. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ഇങ്ങനെയാണെങ്കിൽ നിയമസഭയ്ക്കകത്തൊരു അജയ്യനായി മാറും സതീശൻ. കാരണം സതീശൻ്റെ അത്ര ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളും പ്രതിപക്ഷ നിരയിലില്ല, പ്രതിപക്ഷ ബെഞ്ചിലില്ല. ദുർബലമാണ്. പക്ഷെ അത് കേരളത്തെ സംബന്ധിച്ച്, സംസ്ഥാനത്തെ സംബന്ധിച്ച്, മൊത്തം ഗവർണൻസിനെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് അത് വലിയ പരാജയമായിരിക്കും. ഒരു സർക്കാർ അങ്ങനെ അൺചെക്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ആശാസ്യമല്ല.